IMA ബാറും റിയൽ എസ്റ്റേറ്റും അടക്കം നിരവധി വ്യവസായങ്ങൾ നടത്തുന്നു. ക്ലബ്ബുകൾക്കുള്ള നികുതി ഇളവിന് IMAക്ക് അർഹതയില്ല. കൊച്ചിയിലെ IMA ബാറിൽ നിന്ന് മദ്യം പുറത്തുവിറ്റതിന്റെ ബില്ലുമായി കേന്ദ്ര GST. കൂടുതൽ വിവരങ്ങളുമായി ബിനിലുണ്ട്. ബിനിൽ, IMAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംവിധാനമൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ മദ്യമൊക്കെ പുറത്തു വിൽക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ GST രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ വാസ്തവം? മോത്തി, കേന്ദ്ര GST ഇന്റലിജൻസും IMAയും തമ്മിൽ ദീർഘകാലമായി നികുതി തർക്കമുണ്ട്. 50 കോടിയിലധികം രൂപയുടെ നികുതി IMA നൽകാനുണ്ട് എന്നതാണ് GSTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. അതിനെതിരെ അവർ ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് കേന്ദ്ര GST ഒരു സത്യവാങ്മൂലമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് അവർ നൽകുന്നത്. അതായത് കൊച്ചിയിലെ IMA ഹൗസിനോട് ചേർന്ന ഒരു ബാറുണ്ട്, ബാർ ലൈസൻസ് ഉണ്ട്. ആ ബാറിൽ നിന്ന് മദ്യം പുറത്തേക്ക് വിറ്റതിൻ്റെ ബില്ലടക്കമാണ് കേന്ദ്ര GST വകുപ്പ് ഹൈക്കോടതിയിൽ ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ഇവർക്ക് ഈ മദ്യം പുറത്തു വിൽക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ആ ക്ലബിലെ അംഗങ്ങളല്ലാത്തവർക്ക് പോലും അവിടെ നിന്ന് മദ്യം പുറത്തേക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ആ ക്ലബിൻ്റെ ഒരു രജിസ്ട്രേഷൻ വെച്ചുകൊണ്ടാണ് ഇതിന് നികുതി ഇളവ് വേണമെന്ന ആവശ്യം IMA മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഘട്ടത്തിലാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി സംരംഭങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതെല്ലാം കേന്ദ്ര GST ഇന്റലിജൻസ് ഒരു സത്യവാങ്മൂല രൂപത്തിൽ തന്നെ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ബാർ മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് വ്യവസായം IMA നടത്തുന്നു എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ IMA നടത്തുന്ന മറ്റ് പല സംരംഭങ്ങളുമുണ്ട്. അതായത് ഇമേജ് പോലുള്ള ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം, അതടക്കമുള്ള സംരംഭങ്ങളിൽ നിന്ന് IMAക്ക് വലിയ തോതിൽ വരുമാനം വരുന്നു. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം വരുന്നു. അംഗങ്ങൾ നൽകുന്ന അംഗത്വ ഫീസിന് പുറത്ത് വലിയ വരുമാനവും ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ അതിനെല്ലാം തന്നെ നികുതി ബാധകമാണ് എന്ന നിലപാടാണ് കേന്ദ്ര GST സ്വീകരിച്ചിരിക്കുന്നത്. അവർ IMAക്കെതിരെ ഹൈക്കോടതിയിൽ എല്ലാ രേഖകളും സഹിതമാണ് ഈ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ബാറിലെ ബില്ലുണ്ട്, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് വ്യവസായം അവർ നടത്തിയെന്ന് സംബന്ധിച്ച ആലുവയിലെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. IMA ഹൗസിൽ താമസിച്ചതിന്റെ ബില്ലടക്കം കേന്ദ്ര GST വകുപ്പ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ GST വകുപ്പ് മൊത്തത്തിൽ വളഞ്ഞ് IMAയെ പൂണ്ടടക്കം പൂട്ടാനുള്ള ഒരു മുന്നേറ്റമാണ് നടത്തുന്നത് എന്ന് തോന്നുന്നു.